ഇരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പഴയകാല ഓർമ്മകൾ ഉണർത്തണ അല്ലാന്നുണ്ടെങ്കിൽ പലരും മറന്നുപോയൊരു റെസിപ്പി എന്ന് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ പറയാം. അവല് വിളയിച്ചതുകൊണ്ട് ഞാനിന്ന് തയ്യാറാക്കണത്. ഇത് ശരിക്കും പറഞ്ഞാൽ അമ്പലങ്ങളിൽ നിന്നൊക്കെ പ്രസാദമായിട്ട് കിട്ടണ ഒരു ഐറ്റം തന്നെയാണ്. അവൽ നീതി എന്നൊക്കെ പറഞ്ഞ് കിട്ടാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. ഇതെന്ന് പറയുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഒരു മാസമൊക്കെ വരെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. അപ്പൊ അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണ് നല്ല ഈസി ആയിട്ട് തന്നെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പൊ നമുക്ക് അവില് വിളയിച്ചത് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ശർക്കരയിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കി വരട്ടെ കേട്ടോ. അതിനുശേഷം എന്തെങ്കിലും അഴുക്കൊക്കെയുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാം. ശർക്കരയുടെ അളവെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരും. ശരിക്ക് അളവെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 400 ഗ്രാം അവിലെടുക്കണമെന്നുണ്ടെങ്കിൽ 400 ഗ്രാം ശർക്കര, അതാണ് കറക്റ്റ് ആയിട്ടുള്ളൊരു അളവെന്ന് പറയണത്. പിന്നെ നമുക്ക് ഒരുപാട് മധുരം ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് വേണ്ട. മധുരം കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിനി ഇത് അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. ശർക്കര ഉരുക്കി വരുന്ന സമയം കൊണ്ട് നമുക്ക് അവലൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 3 കപ്പ് അവിലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കുറച്ച് തിക്കായിട്ടുള്ള അവിലാണ്. ഒരുപാട് തിന്നായിട്ടുള്ള അവിലിനേക്കാളും കുറച്ച് തിക്കായിട്ടുള്ള അവിലാണ് നല്ലത്. അതിപ്പോൾ ഏത് ടൈപ്പ് അവല് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റെഡ് അവിലാണ് കുറച്ചും കൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് കൂടുതലുള്ളത്. ഇവിടെ പക്ഷേ റെഡ് അവില് അങ്ങനെ കേരള സ്റ്റോറിലൊക്കെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഏത് വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. ഇനി നമുക്ക് ഈ അവലൊന്ന് ഇളക്കി കൊടുക്കാം. ഈ അവല് ആദ്യം വറുത്തിട്ടും നമ്മൾ അവല് വിളയിച്ചത് തയ്യാറാക്കി എടുക്കും. പക്ഷെ വറുത്തിട്ട് തയ്യാറാക്കണതാണ് കുറച്ചും കൂടി ടേസ്റ്റ്. അവല് കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് വരും ആ സമയത്ത്. അപ്പോൾ കഴിക്കാനാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി നല്ലത് വറുത്തിട്ട് തയ്യാറാക്കുന്നത് തന്നെയാണ്. ഈ അവല് ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവണ വരെ നമുക്ക് വറുത്തെടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. 250 ml കപ്പിലാണ് കേട്ടോ ഞാൻ 3 കപ്പ് അവൽ എടുത്തിരിക്കുന്നത്. ആ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് ഞാൻ ശർക്കരയും എടുത്തിരിക്കുന്നത്. അവൽ വെച്ച് ഞാൻ ഇതിനു മുമ്പ് അവൽ മിൽക്ക് ചെയ്തിരുന്നു, അതുപോലെ പോഹ ചെയ്തിരുന്നു, നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ഉപ്പുമാവ്. അപ്പോൾ കാണാത്തൊരു കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ ശർക്കര കണ്ടില്ലേ ഉരുക്കി വരുന്നുണ്ട്. ശർക്കര ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉരുക്കി വന്നോളൂ കേട്ടോ. അവല് നമ്മൾ വറുത്തെടുക്കുമ്പോൾ അവല് ചുരുങ്ങി വരും, അതായത് സൈസ് ചെറുതായിട്ട് തന്നെ വരും. ഒരുപാട് സമയമൊന്നും ഇതുപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. പിന്നെ നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കൂടുതൽ സമയം ചിലപ്പോൾ വേണ്ടി വരും മാത്രം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. ഇപ്പം ഇത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടില്ലേ നമ്മളിതുപോലെ ഈസി ആയിട്ട് ഇങ്ങനെ പൊടിഞ്ഞു വരും. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഈ അവല്. ചൂടുണ്ട് അത് കാരണം കണ്ടില്ലേ ഒരു ശബ്ദത്തോടു കൂടി ഇതുപോലെ പൊടിഞ്ഞു വരും. അതുവരെ നമ്മൾ വറുത്തെടുത്താൽ മതി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പം കണ്ടില്ലേ ശർക്കര ഞാൻ നന്നായിട്ട് തന്നെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് തിക്കോ ഇരിക്കരുത്, അതുപോലെ ഒരുപാട് ലൂസായിട്ടും ഇരിക്കരുത്. ഇതിന് നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇപ്പം കണ്ടില്ലേ ഞാൻ ശർക്കര അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്കൊരു കടായി എടുക്കാം. ഞാനിപ്പോൾ നേരത്തെ ഉപയോഗിച്ച സെയിം കടായി തന്നെയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. എനിക്കിപ്പോൾ ഒരുപാട് ഇഷ്ടമല്ല, അത് കാരണം കുറച്ച് തന്നെ ചേർക്കണുള്ളൂ. ഇതിന് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കി വരട്ടെ. ഇപ്പോൾ നെയ്യ് നന്നായിട്ട് തന്നെ ഒന്ന് ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നാളികേര കൊത്താണ്. ഞാനിപ്പോൾ 1/2 കപ്പ് നാളികേരം കൊത്തിയെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 പിടി. ഇതിനൊന്നും പ്രത്യേകിച്ച് അങ്ങനെ അളവൊന്നുമില്ല, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കാം. ഈ നാളികേര കൊത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരട്ടെ. അതുവരെ നമ്മളിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ.
നിങ്ങൾക്ക് ഈ അവില് വിളയിച്ചതിലേക്ക് നാളികേരക്കൊത്തും നാളികേരം ചെരിക്കതും രണ്ടും വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ രണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇത് മതി. നാളികേരം ഞാൻ നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങോട്ട് കളർ ചേഞ്ച് ആണ് വരെ വറുത്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റായിട്ടൊന്ന് കളർ ചേഞ്ച് ആയി വരാം, അത് മതി. ഇനി ഞാനിതിപ്പോൾ കോരി മാറ്റുകയാണ്. ഇനി ഞാൻ ഇതിലേക്ക് കാഷ്യൂനറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂനറ്റിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു പിടി കാഷ്യൂനറ്റാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. കാഷ്യൂനറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ പൊട്ടുകടലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനും അങ്ങനെ അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏകദേശം 3 ടേബിൾ സ്പൂൺ. ഞാനിപ്പോൾ 3 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നതെന്ന് മാത്രം. നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഈ കടലപ്പരിപ്പല്ല കേട്ടോ, പൊട്ടുകടലയാണ്. എല്ലാ സ്ഥലങ്ങളിലും പൊട്ടുകടല എന്ന് തന്നെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. അതായത് മിക്സ്ചറിലൊക്കെ ഇടുന്ന സംഭവമില്ലേ, അതാണത്. ഒരുപാട് കളർ അങ്ങോട്ട് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഇനി എള്ള് ചേർത്ത് കൊടുക്കാം. എള്ളിപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്, കറുത്ത എള്ള്. എള്ളും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നത് നല്ലത് തന്നെയാണ്. എള്ള് എന്താ പറയുക, ചെറുതായിട്ടൊന്ന് പൊട്ടി വരും. ശബ്ദം കേൾക്കണല്ലേ? ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതിപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ഈ നാളികേരക്കൊത്ത് ഇട്ട് കൊടുത്തില്ലേ, ആ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ബാക്കിയുള്ള നെയ്യടക്കം ഞാൻ ആ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ഈ വറുത്തെടുത്തതെല്ലാം ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സെയിം കടായിലേക്ക് തന്നെ നമുക്ക് നാളികേരം ശരിക്കിയത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1.5 കപ്പ് നാളികേരം ശരിക്കിയതാണ് കേട്ടോ. ഇതിൽ എണ്ണയോ നെയ്യോ ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതായത് ഒരുപാട് അങ്ങോട്ട് കളറ് അങ്ങോട്ട് ചേഞ്ച് ആവണ വരെ ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. അതായത് നമ്മൾ കറിക്കൊക്കെ വറുത്തെടുക്കില്ലേ, അതുപോലെ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇത് കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യണത്. അല്ലെങ്കിൽ നമ്മൾ ഈ അവില് വിളയിച്ചത് പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. അപ്പോൾ വാട്ടർ കണ്ടന്റ് ഒന്ന് പോകണം, അതുവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നാളികേരം ചെരുകിയത് നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ അളവിൽ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ നാളികേരക്കൊത്തും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടല്ലോ, അത് കാരണമാണ് ഞാൻ ഇത്ര അളവിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, നാളികേരം ചെരുകിയത് ആവശ്യത്തിന് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ശർക്കര പാനിയില്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി ഒരുപാട് ലൂസ് ആണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം തിക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, അത് കാരണം ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ലൂസ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് തിക്കാക്കിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച അവിലും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം ഇതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, നാളികേരം ശർക്കരയും കൂടി. അതായത് വറുത്ത് വെച്ച അവില് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ അവിലും ശർക്കരയും അതുപോലെ നാളികേരം കൂടി നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കാഷ്യൂനട്ട്, പൊട്ടുകടല, എള്ള്, നാളികേരക്കൊത്ത് ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ ഏലക്കും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്തതാണ്. ഞാനിപ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചിലർ ഇതിലേക്ക് ചെറിയ ജീരകം ഉണ്ടല്ലോ, ക്യുമിൻ സീഡ്സ്, നല്ല ജീരകം എന്നൊക്കെ പറയണത്, അത് ചേർത്ത് കൊടുക്കാറുണ്ട് പൊടിച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ചുക്കിൻ്റെ പൊടിയും ചിലർ ചേർത്ത് കൊടുക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏലക്കായയുടെ പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഇതുപോലെ കുറച്ച് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് സമയം ഒന്നും ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, എന്നാലും കുറച്ച് സമയം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അതായത് ഇത് ഒരുപാട് ലൂസായിട്ട് ഇരിക്കരുത്, ഇതുപോലെ കുറച്ച് ഡ്രൈ ആയിട്ടിരിക്കണം. അവിലൊക്കെ കറക്റ്റ് ശർക്കര കോട്ടായിട്ടിരിക്കണം. ഇതിപ്പോൾ കണ്ടില്ലേ, കറക്റ്റായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി കേട്ടോ. ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. മധുരമൊക്കെ കറക്റ്റ് തന്നെയാണ് കേട്ടോ. ഒരുപാട് കൂടുതലും ഇല്ല, എന്നാൽ കുറവില്ല. ആ ഒരു രീതിയിൽ തന്നെയാണ്. എൻ്റെ മധുരത്തിനനുസരിച്ച് കറക്റ്റ് തന്നെയാണ്. ഇതിൽ പിന്നെ നമ്മളിപ്പോൾ അവില് വറുത്തെടുത്തില്ലേ, അത് കാരണം ഈ അവില് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കണത്. അപ്പോൾ അത് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇത് കഴിക്കാൻ കുറച്ചും കൂടിയും ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പം മറ്റൊരു അടിപൊളി